മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, ഏറെ സന്തോഷത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ശ്ലാഘനീയമായ സന്തോഷദായകമായ ഒരു സമയത്താണ്, ഒരു ദിവസത്തിലാണ് ഈ പ്രഭാതത്തിൽ നമ്മൾ അള്ളാഹുവിൻ്റെ വീട്ടിലും പരിസരത്തുമായി ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ബലിപെരുന്നാൾ എന്ന് കേൾക്കുമ്പോൾ രണ്ട് പെരുന്നാളുകൾക്കും പള്ളിയിലേക്കോ ഈദ്ഗാഹിലേക്കോ നാം നടന്നു വരുമ്പോൾ അള്ളാഹുവിനെ പ്രകീർത്തിച്ചുകൊണ്ട് തക്ബീറുകൾ മുടക്കിക്കൊണ്ടാണ് നാം കടന്നു വരാറുള്ളത്. അതിൻ്റെ അർത്ഥം തന്നെ ലോകരക്ഷിതാവായ അല്ലാഹു തആലയെ പ്രകീർത്തിക്കുകയും അവനെ വാഴ്ത്തുകയും അവനെ സ്തുതിക്കുകയും ഞാൻ നിസ്സാരനാണ് എന്ന് നാം തന്നെ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയും ചെയ്യുന്നു എന്നതാണ് അതിൻ്റെ ചില വ്യാഖ്യാനങ്ങൾ പറഞ്ഞ സ്ഥലത്ത് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. അല്ലാഹുവേ, നീ വലിയവനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനക്കർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. അല്ലാഹു അക്ബർ, അല്ലാഹുവേ നീ വലിയവനാണ്. വലില്ലാഹിൽ ഹംദ്, സർവസ്തുതിയും അല്ലാഹുവേ നിനക്കാണ്. ഇത് പ്രഖ്യാപിക്കുന്നത് വഴി, ഒരു മുസൽമാന്റെ നാവിലൂടെ ഇത് ഉയരുന്നത് വഴി, ചുണ്ടുകൾ ഇത് മന്ത്രിക്കുന്നത് വഴി, ഞാൻ എന്നെക്കുറിച്ച് ആലോചിക്കുകയും എന്നെ സൃഷ്ടിച്ച സൃഷ്ടാവായ പ്രപഞ്ചരക്ഷിതാവായ റബ്ബിനെ വാഴ്ത്തുന്നത് വഴി ഏതാഘോഷത്തിന്റെ സമയത്തും ഞാൻ അതിരുകടക്കാതെ റബ്ബെ നിന്നെ ഓർക്കുകയും സ്മരിക്കുകയും ചെയ്യുന്നവനാണ് എന്ന് ഉറപ്പ് വരുത്തുന്ന ഒരു വല്ലാത്ത ആഘോഷമാണ് മുസ്ലിമിൻ്റെ ആഘോഷം. മറ്റു ആഘോഷങ്ങളെ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. അവിടെ ദൈവനാമങ്ങൾ, അതല്ലെങ്കിൽ അവരുടെ അർത്ഥത്തിൽ, അവരുടെ വാക്കുകളിൽ ഏതെങ്കിലും ആ അർത്ഥത്തിലുള്ള മന്ത്രങ്ങൾ ജപിക്കാനുള്ള സമയമല്ല. പല ആഘോഷങ്ങളും നമ്മൾ കാണാറുള്ളത് അടിച്ച് തിമിർത്ത് ആ ദിവസത്തെയും സമയത്തെയും ഒക്കെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും, അതല്ലെങ്കിൽ അവർ നിശ്ചയിക്കുന്ന ചില ആഘോഷങ്ങളുടെ തിമിർത്തുകൾ നടക്കുന്ന സമയമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. പടക്കങ്ങളുടെ ഒച്ചപ്പാടുകൾ കൊണ്ട് ആ ദിവസത്തെ അന്തരീക്ഷത്തിൽ പുക മുഖരിതമാക്കുന്ന സമയമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. ഒരു മുസ്ലിം എന്ന നിലക്ക് അള്ളാഹുവിന്റെ മതത്തിനെ അംഗീകരിച്ച് പടച്ചവന്റെ മുമ്പിൽ മനസ വാച കർമ്മണ സർവത്മന ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു മുസ്ലിമിന്റെ ആഘോഷത്തിൽ അതിരുകൾ മറികടക്കുന്ന പ്രശ്നമേയില്ല. സന്തോഷിക്കുന്ന സമയമാണ്, ആഹ്ലാദിക്കുന്ന സമയമാണ്. ഓരോ പെരുന്നാളിനും ചില സ്മരണകളെ നമുക്ക് ഓർക്കാനുണ്ട്. ഇവിടെ ബലി പെരുന്നാൾ എന്ന് പറയുമ്പോൾ തന്നെ ബലി കർമ്മത്തെ ഓർത്തുകൊണ്ടാണ് ഈ പെരുന്നാൾ നാം സ്മരിക്കാറുള്ളത്. ഹജ്ജിന് വേണ്ടി കടന്നുപോയ ലക്ഷക്കണക്കിന് ആളുകൾ അള്ളാഹുവിന്റെ പ്രത്യേകമായ അവൻ ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിൽ തമ്പടിക്കുകയും സമ്മേളിക്കുകയും ചെയ്യുന്ന സമയങ്ങളിലൂടെയാണ് ഈ ദിനങ്ങൾ കടന്നുപോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാനും നിങ്ങളും പ്രിയപ്പെട്ടവരെ തക്ബീറുകൾ മുടക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ തക്ബീറുകൾ ഓരോ ഇനി അയ്യാമുത്ത ശരീക്കിന്റെ എന്ന് പറഞ്ഞാൽ നാളെ, മറ്റന്നാളെ, അതിന്റെ പിറ്റേ ദിവസം അസർ നമസ്കാരം വരെ ഈ തക്ബീറുകൾ മുടക്കാനാണ് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ളുഹർ കഴിഞ്ഞാൽ ഇമാമ 3 വട്ടം തക്ബീറുകൾ ചൊല്ലുകയാണ്. അസർ കഴിഞ്ഞാൽ, മഗ്രിബ് കഴിഞ്ഞാൽ, ഇശാ കഴിഞ്ഞാൽ, നാളെ സുബഹി കഴിഞ്ഞാൽ, നാളെ ളുഹർ കഴിഞ്ഞാൽ, അസർ കഴിഞ്ഞാൽ ഒക്കെ അങ്ങനെ അയ്യാമുത്ത ശരീക്കിന്റെ അസർ വരെ ഇമാമ്, അതുപോലെ തന്നെ നമസ്കാരം കഴിഞ്ഞാൽ മഅ്മൂമുകളുമൊക്കെ തക്ബീറുകൾ മിനിമം ഒരു 3 വട്ടം മുടക്കിക്കൊണ്ട് ഈ ദിവസങ്ങളെ തക്ബീറുകളാൽ പുതിയപ്പെടുകയാണ്. എന്ന് പറഞ്ഞാൽ ആ പറയുന്ന അർത്ഥമൊക്കെ അല്ലാഹു അക്ബർ, പടച്ചവനെ നീ വലിയവനാണ് എന്നതാണ് പ്രഖ്യാപിക്കുന്നത്. നീയല്ലാതെ ആരാധനക്കർഹനില്ല എന്ന് പറയുമ്പോൾ ഒരാഘോഷത്തിന്റെ വേളയിൽ, സന്തോഷിക്കുന്ന വേളയിൽ ഞങ്ങൾ റബ്ബെ നിന്നെ മറന്നുകൊണ്ട് നിനക്കിഷ്ടപ്പെടാത്ത വഴികളിലേക്ക് ഞങ്ങൾ പോവുകയില്ല എന്ന് പ്രഖ്യാപിക്കുകയാണ്. നിനക്കാണ് സർവസ്തുതി എന്ന് പറയുമ്പോൾ ഈ ആകാശ ലോകങ്ങളെ മുഴുവനും സർവ്വതും ഞങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്ന് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്ന റബ്ബേ, നിന്നെയല്ലാതെ ഞങ്ങൾ ആരെയാണ് സ്തുതിക്കാനുള്ളത്? വലില്ലാഹിൽ ഹംദ് എന്ന് പറയുമ്പോൾ നമസ്കാരത്തിൽ സൂറത്തുൽ ഫാത്തിഹ ബിസ്മി കഴിഞ്ഞാൽ നമ്മൾ പ്രാരംഭം കുറിക്കുന്നത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, സർവസ്തുതിയും ലോകരുടെ രക്ഷിതാവായ അല്ലാഹുവിനാണ്. അൽ ആലം എന്ന് പറഞ്ഞാൽ
ആലം എന്ന് പറഞ്ഞാൽ അല്ല ഒഴിച്ച് ബാക്കി ലോകത്ത് എന്തൊക്കെയുണ്ടോ അതെല്ലാം എന്നാണ് അർത്ഥം. അതാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. റബ്ബൊഴിച്ച് ബാക്കി ലോകത്ത് എന്തൊക്കെയുണ്ടോ എല്ലാറ്റിനെയും സംവിധാനിച്ച പ്രപഞ്ചത്തിന്റെ രക്ഷിതാവായ റബ്ബേ, നിനക്കാണ് സ്തുതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ബലിപെരുന്നാളിന്റെ ദിവസത്തിൽ നാം നമസ്കാരം കഴിഞ്ഞ് പ്രാർത്ഥന മനസ്സോടുകൂടി ഇവിടെ ഇരിക്കുമ്പോ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, മകൻ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം, തന്റെ സഹധർമ്മിണിയാകുന്ന ഹാജറ, അവരെ എല്ലാവരെയും ഓർക്കുന്ന ഒരു പ്രത്യേക സമയമാണ്. പ്രതിസന്ധികളുടെ, പ്രയാസങ്ങളുടെ, തീച്ചൂളകളുടെ കടന്നുപോയ, പരീക്ഷണ ഘട്ടങ്ങളിലൂടെ കടന്നുപോയ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിദ്വേഷങ്ങളെ എങ്ങനെ മറികടക്കണമെന്ന് പഠിപ്പിച്ച, പടയൊരുക്കങ്ങൾ നടത്തി വരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കളോട് എങ്ങനെ ബുദ്ധിപരമായി ദഅവത്ത് നിർവഹിച്ച് കടന്നു പോകണമെന്ന് ലോകത്തിന്റെ മുമ്പിൽ പഠിപ്പിച്ച്, സഹനത്തിന്റെയും ക്ഷമയുടെയും അതേ അങ്ങേയറ്റം എങ്ങനെ ജീവിച്ച് മാതൃക കാണിക്കണമെന്ന് പഠിപ്പിച്ച പ്രവാചകനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ പ്രവാചകനെ അള്ളാഹു വിശേഷിപ്പിച്ചത് ഉമ്മത്ത് എന്നാണ്. എന്താണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ? ഒരു സമുദായം എന്നാണ് അർത്ഥം. ഇബ്രാഹിം നബി ഒരു വ്യക്തിയല്ല, അള്ളയാണ് പറഞ്ഞത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഖലീൽ എന്ന് വിളിച്ച അള്ളാഹ്, കൂട്ടുകാരൻ എന്ന് വിളിച്ച അള്ളാഹ് പറയാ, ഇബ്രാഹിം നബി ഒരു വ്യക്തിയല്ല, ഒരൊറ്റ സമുദായമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയായി അദ്ദേഹത്തെ പരിഗണിച്ചുകൂടാ, ഒരു സമുദായമാണ് എന്ന് അല്ലാഹു തആല പ്രഖ്യാപിക്കുകയാണ്. എന്താണ് അങ്ങനെ പ്രഖ്യാപിക്കാനുള്ള കാരണം? ഈ ഖുത്ബയുടെ ഏതാനും മിനിറ്റുകളുടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്കത് ബോധ്യമാകും. കാരണം ഏതൊക്കെ പ്രതിസന്ധികളെ ഏതൊക്കെ രൂപത്തിൽ മറികടക്കേണ്ടി വന്ന ഘട്ടത്തിലും അള്ളാഹുവിനെ കൈവിടാതെ പടച്ചവരിൽ അചഞ്ചലമായ തവക്കുൽ, ഈ ഖുത്ബയിൽ കിട്ടുന്ന ഒന്നാമത്തെ കാര്യം, എന്റെയും നിങ്ങളുടെയും ഹൃദയത്തിലേക്ക് ഇറക്കി വെക്കേണ്ട പ്രധാനപ്പെട്ട കാരണം, ഒരു പ്രധാനപ്പെട്ട കാര്യം അതെന്താണ് എന്ന് ചോദിച്ചാൽ തവക്കുലാണ്. പ്രതിസന്ധികൾ വീട്ടിലേക്ക് വരുമ്പോ, മക്കളിലേക്ക് കടന്നു വരുമ്പോ, ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലേക്ക് കടന്നു വരുമ്പോ, കുടുംബജീവിതത്തിലേക്ക് കടന്നു വരുമ്പോ, ആദർശരംഗവും ആദർശമില്ലായ്മയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോ, പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ രക്ഷിതാവായ അണ്ടകടാഹങ്ങളുടെ അധിപനായ റബ്ബിലേക്ക് ഞാനിതാ എന്റെ വിശ്വാസത്തെയും എന്റെ എല്ലാ കാര്യങ്ങളും ഞാനിതാ റബ്ബിൽ തവക്കുൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എന്ന ഭയപ്പെടാതെയുള്ള അചഞ്ചലമായ, ചാഞ്ചാട്ടമില്ലാത്ത, അതേ ഇളക്കം തട്ടാത്ത ഒരു തവക്കുലുമായി മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നുപോയ രംഗമാണ് പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് നിങ്ങൾ പിന്തുടരണമെന്ന്, തുടർന്നുകൊണ്ടേയിരിക്കണമെന്ന്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിൽ നിങ്ങൾ നിലകൊള്ളണമെന്ന് അല്ലാഹു ഖുർആനിൽ പ്രഖ്യാപിച്ചു. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്തിലാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പോലും പ്രഖ്യാപിച്ചു. ആ പരമ്പരയിലൂടെ കടന്നു വന്ന പ്രവാചകനാണ് ഞാൻ എന്ന് മുഹമ്മദ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു. ഖുർആൻ തന്നെ പറഞ്ഞു, ഖുൽ സദഖല്ലാഹ് ഫത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഒരിക്കലും ശിർക്ക് ചെയ്യാത്ത വ്യക്തിത്വമായിരുന്നു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഫത്തബിഉ, അതുകൊണ്ട് നിങ്ങൾ പിൻപറ്റണേ, മില്ലത ഇബ്രാഹീമ ഹനീഫ, ഇബ്രാഹിം നബിയുടെ കൃചുവായ, നേരായ, ചൊവ്വായ, വക്രതയില്ലാത്ത ആ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണേ, മില്ലത്തിനെ നിങ്ങൾ തുടരണേ എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പ്രഖ്യാപിക്കുകയാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്ന് പറഞ്ഞതുപോലെ പിന്നീട് അല്ലാഹു എടുത്തു പറഞ്ഞത്, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിൽ നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നതാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഉമ്മയെക്കുറിച്ച്, വാപ്പയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്ന സ്ഥലത്ത് അവർ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് സ്വീകരിക്കാത്തവരായിരുന്നു എന്ന ചർച്ച ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ കടന്നു വന്നത്. അന്നും അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് അവിടെ ജീവിച്ചിരുന്നു എന്ന ഏറ്റവും വലിയ പ്രഖ്യാപനമാണ്, വിശദീകരണമാണ് ആ വ്യാഖ്യാനത്തിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നാട്, വീട്, കുടുംബം, നാട്ടുകാര് മുഴുവനും അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. എന്തുകൊണ്ട്? തൗഹീദ് പ്രഖ്യാപിക്കുന്നു എന്നതിന്റെ പേരിൽ. അറിയില്ല, ചരിത്രത്തിലേക്ക് ഞാൻ ഏറെ സമയം കൊണ്ടുപോയി അങ്ങോട്ട് പിറകിലേക്ക് പോയി ചെലവഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാൻ പറയുകയാണ്. വാപ്പ പറഞ്ഞില്ല ഇറങ്ങിപ്പോകാൻ.
കുടുംബം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ബഹിഷ്കരിക്കുകയാണ്. ഇറാഖിലെ ബാബിലോണിലെ ഹൂർ എന്ന ഗ്രാമത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുമ്പോൾ, ഇറാഖിലെ ബാബിലോണിൽ ഹൂർ എന്ന ഗ്രാമത്തിൽ, ഒരു കൊച്ചു ഗ്രാമത്തിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ജനിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വാപ്പയെ കാണുന്നത് ബിംബം വീട്ടിലിരുന്ന് ഉണ്ടാക്കുന്ന വാപ്പയാണ്. ബിംബം വീട്ടിലിരുന്ന് ഉണ്ടാക്കുകയാണ്. ബിംബത്തിന്റെ റീറ്റെയിൽ കച്ചവടം നടത്തുകയാണ്. ബിംബങ്ങളുടെ ഹോൾസെയിൽ കച്ചവടം നടത്തുകയാണ്. ബിംബങ്ങളിൽ പിടിച്ചുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എഴുന്നേറ്റ് നിൽക്കാൻ പഠിക്കുന്നത്, നടക്കാൻ പഠിക്കുന്നത്, പിച്ച വെച്ച് നടക്കുന്നത് ബിംബങ്ങൾക്കിടയിലൂടെയാണ്. ഒരു ബിംബ കച്ചവടക്കാരന്റെ വീട്ടിൽ വളർന്നു വലുതായി. എന്നിട്ട് അല്ലാഹു തആല ദിവ്യബോധനം നൽകിയപ്പോ ബാപ്പയോട് യാ അബത്തി, പുന്നാര ഉപ്പ എന്ന് വിളിച്ച് സ്നേഹത്തോടെ തൗഹീദിന്റെ വിളംബരം നടത്തുമ്പോ, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയില്ലെങ്കിൽ നിന്നെ ആട്ടിയോടിക്കും, എറിഞ്ഞ് ആട്ടിയോടിക്കുമെന്ന് പറഞ്ഞപ്പോ ഖാല സലാമുൻ അലൈക്, താങ്കൾക്ക് സമാധാനമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് സഅസ്തഗ്ഫിറു ലക്, താങ്കൾക്ക് വേണ്ടി ഞാൻ ഇസ്തിഗ്ഫാർ നടത്തുമെന്ന് പറഞ്ഞ് വാപ്പയോട് ദേഷ്യപ്പെടാതെ, വാപ്പയോട് ചൂടാവാതെ, വാപ്പയോട് തട്ടിക്കയറാതെ, തൗഹീദിന് വേണ്ടി, ആദർശത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി പുറപ്പെടാൻ തയ്യാറാകുമ്പോ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, പ്രിയപ്പെട്ടവരെ, നാട്ടുകാരും വീട്ടുകാരും സമൂഹവും എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോ അദ്ദേഹം പറയുന്ന ഒരു വാക്കുണ്ട്. മഹാനായ പ്രവാചകൻ പറഞ്ഞ വാക്ക്, വഖാല, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബി, നോക്ക് നിങ്ങൾ, തീർച്ചയായും അല്ലാഹുവിൽ സത്യപ്പെടുത്തിക്കൊണ്ട് എന്റെ റബ്ബാണ് എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വാക്ക് പരിശുദ്ധ ഖുർആനിൽ കാണാം. 2-3 പ്രയോഗങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹുവിൽ അചഞ്ചലമായ വിശ്വാസം വെച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. ഹസ്ബി അല്ലാഹ്, ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ റബ്ബ് മതി. വനിഅമൽ വക്കീൽ, ബലമേൽപ്പിക്കാൻ എത്ര നല്ലവനാണ് എന്റെ റബ്ബ്. ഹസ്ബി അല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി. ആരും എന്റെ കൂടെയില്ലെങ്കിലും എന്റെ റബ്ബ് എന്റെ കൂടെ ഉണ്ടാകുമെന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി എനിക്കെന്റെ റബ്ബ് മതി എന്ന് പ്രഖ്യാപിക്കുകയാണ്. 2 നാട്ടിലും വീട്ടിലും കുടുംബവുമെല്ലാം അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തുമ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു വാക്ക്, ഇന്നി ദാഹിബുൻ, ഞാനിതാ പോവുകയാണ്, ഇലാ റബ്ബി, എന്റെ റബ്ബിലേക്ക് പോവുകയാണ്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിക്കുക തന്നെ ചെയ്യും. ഞാൻ എന്റെ റബ്ബിലേക്ക് പോവുകയാണ്. എന്റെ റബ്ബിന്റെ ആദർശത്തിനു വേണ്ടി വീട്ടിൽ നിന്നിറങ്ങാനാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ, കല്ലുകൊണ്ട് എറിഞ്ഞ് ആട്ടിയൊടിക്കുമെന്നാണ് പറയുന്നതെങ്കിൽ, ഞാനിതാ ഇറങ്ങുകയാണ്. എവിടേക്കാണ് പോകുന്നത് എന്ന് നിങ്ങൾക്ക് ചോദ്യമുണ്ടാകും, അല്ലേ? ഒരുത്തരമേ എനിക്ക് പറയാനുള്ളൂ, എന്റെ റബ്ബിലേക്ക്. അവന്റെ ഭൂമി വിശാലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വീട് വിട്ടിറങ്ങുന്നൊരവസ്ഥ. പ്രിയപ്പെട്ടവരെ, എന്തിനാ വീട്ടിന്ന് പുറത്താക്കുന്നത്? ഏകനായ റബ്ബിനെ മാത്രം ആരാധിക്കണം. ഉപ്പാ ബിംബം ഉണ്ടാക്കരുത്, ബിംബ കച്ചവടം നടത്തരുത്, ബിംബത്തിന്റെ റീറ്റെയിൽ ഹോൾസെയിൽ കച്ചവടങ്ങൾ നടത്തരുത്, ബിംബപൂജ നടത്തരുത്, ബിംബാരാധകനായി മാറരുത്. ഏകനായ പ്രപഞ്ചത്തിന്റെ നാഥനെയാണ് ആരാധിക്കേണ്ടത്. അവനാണ് നമുക്ക് ഭക്ഷണം തരുന്നത്, അവനാണ് നമ്മളെ ജനിപ്പിച്ചത്, അവനാണ് നമ്മെ മരിപ്പിക്കുന്നത്, അവനാണ് നമുക്ക് പുനർജീവിതം നൽകുന്നത്. ആ സൃഷ്ടാവായ റബ്ബിനെയാണ് വാപ്പ ആരാധിക്കേണ്ടത് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് വീട് വിട്ടിറങ്ങാൻ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, പ്രിയപ്പെട്ടവരെ, നിർബന്ധിതനാകുന്നത്. നമ്മുടെയൊക്കെ വീട്ടിൽ നിന്ന് വാപ്പ ഇറങ്ങിപ്പോ എന്ന് പറഞ്ഞത് തൗഹീദിന്റെ പേരിലല്ല, അല്ല, മദ്യപിച്ച് കുത്താടിയതിന്റെ പേരിലാകാം, വീട് നോക്കാത്തതിന്റെ പേരിലാകാം, വീട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളുടെ പേരിലാവാം, സമൂഹത്തിന് ഡിസ്റ്റർബ് ഉണ്ടാക്കിയതിന്റെ പേരിലാവാം, വീട്ടിൽ നിന്ന് ഇറങ്ങണമെന്ന് വാപ്പയോ ജേഷ്ഠാനിയന്മാരോ പറയേണ്ടി വന്നത് നമ്മളൊക്കെ കേൾക്കാറുള്ളത് അചഞ്ചലമായ വിശ്വാസത്തിന്റെ പേരിലല്ല, തൗഹീദിന്റെ പേരിലല്ല. എന്നാൽ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അടിയുറച്ച തൗഹീദിന്റെ ദഅവത്തുമായി മുന്നോട്ട് പോകുമ്പോഴാണ് വീട് വിട്ടിറങ്ങി പോകേണ്ടി വന്നത് എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം. ആ മഹാനായ പ്രവാചകൻ ഓരോ ഘട്ടത്തിലും പ്രാർത്ഥനകൾ നടത്തുകയായിരുന്നു. റബ്ബേ, എന്നെ നീ നമസ്കാരത്തിൽ ചിട്ടയോടുകൂടി മുറപ്രകാരം നമസ്കാരം നിർവഹിക്കുന്നവനാക്കണേ, എന്റെ മക്കളെയും അങ്ങനെ ആക്കണേ. കണ്ടോ, പ്രാർത്ഥനകൾ എപ്പോഴും മക്കളെ ചേർത്തിക്കൊണ്ട്, തന്റെ കുടുംബത്തെ ചേർത്തിക്കൊണ്ട് മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം നിർവഹിക്കുന്നത് ഖുർആനിൽ നമുക്ക് ഇടയ്ക്കിടെ കാണാൻ സാധിക്കും. ഞാൻ ഈ പറഞ്ഞത് നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ കുടുംബത്തെ കുറിച്ച്, കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളെ കുറിച്ച് ആശങ്കകൾ മാത്രം വെക്കുന്നവരായി മാറരുത്. മഹാനായ ഇബ്രാഹിം നബിയെ ഓർക്കുന്ന സമയത്ത് കൂട്ടുകുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളായി
എനിക്ക് മാറാൻ പറ്റിയിട്ടുണ്ടോ? ഞാൻ എന്റെ തടി നരകത്തിന്റെ കത്തിജ്വലിക്കുന്ന അഗ്നികുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിക്കുമ്പോ എന്റെ കൂട്ടുകുടുംബങ്ങളും ഈ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ഞാനും നിങ്ങളും ചിന്തിക്കാറുണ്ടോ? അങ്ങനെ ചിന്തിക്കണമെന്നതാണ് ഖുർആൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നത്. ശരി, അത് ഒന്നാമത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഏകദൈവ വിശ്വാസത്തിന്റെ ആ ശക്തിയുടെ പ്രഖ്യാപനമാണ് തക്ബീറുകൾ മുടക്കുന്നതിലൂടെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഹജ്ജിന്റെ വേളയിൽ തൽബിയത്ത് മുടക്കുകയാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് തുടങ്ങിയിട്ട് പടച്ചവനെ നിനക്ക് പങ്കാളിയില്ല എന്ന് പ്രഖ്യാപിച്ച് പടച്ചവനെ നിന്റെ വിളി കേട്ടുകൊണ്ട് ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന്, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന്, ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന്, ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടോ വാഹനങ്ങളിലോ ഒട്ടകപ്പുറത്തോ ആയി അവർ വരും, വിളിച്ചോ എന്ന് പറഞ്ഞ ആ മക്കയുടെ മണലാഴത്തിലേക്ക്, കഅബയുടെ പരിസരത്തിലേക്ക് വിളിക്കാൻ പറഞ്ഞത് ഇന്നല്ല, ആധുനിക സംവിധാനങ്ങളുള്ള സമയത്തല്ല. ആളുകൾ കടന്നുപോയി, ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെ തൽബിയത്ത് മുടക്കുന്നത്. നമ്മൾ ഇവിടെ തക്ബീറുകൾ മുടക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ സമയത്ത് രണ്ടും തൗഹീദിന്റെ പ്രഖ്യാപനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ശരി, രണ്ടാമത്തെ കാര്യം ദീർഘമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്ന്, ബലിപെരുന്നാൾ എന്ന് പറയുമ്പോൾ തൗഹീദിന്റെ മന്ത്രമാണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞത്. മഹാനായ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിന്റെ വശങ്ങളൊക്കെ ഖുത്ബകളിലൂടെ കടന്നുപോയത് കൊണ്ട് തന്നെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. രണ്ടാമത്തെ കാര്യം ത്യാഗമാണ് ഇബ്രാഹിം നബിയുടെ ജീവിത ചരിത്രം, സമർപ്പണമാണ് അവിടുത്തെ ജീവചരിത്രം. അതേപോലെ തന്നെ തവക്കുലാണ് അവിടുത്തെ ജീവിത ചരിത്രം, ക്ഷമയാണ് അവിടുത്തെ ജീവിത ചരിത്രം. പരീക്ഷണങ്ങളിലൂടെ കടന്നുപോയ രംഗങ്ങളൊക്കെ നിങ്ങൾക്ക് ആലോചിക്കാവുന്നതാണ്. മക്കളില്ലാതെ പ്രയാസപ്പെടുന്നത്, അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുന്നത്, എന്നിട്ട് കുട്ടിയെ കൊടുക്കുന്നു. തന്റെ കൂടെ എല്ലാറ്റിനും ആയി എന്ന് തോന്നുന്ന സമയത്ത് മോനെ നിന്നെ അറുക്കണമെന്നതാണ് അല്ലാഹ് എന്നോട് സ്വപ്നത്തിൽ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോ ഒരു മടിയും കൂടാതെ, ഇല്ല എന്നെ അതിന് കിട്ടില്ല എന്ന് പറയാതെ ഉടനെ മോൻ തന്റെ വാപ്പയോട് പറയുന്ന മറുപടി, യാ ബത്തിഫ് അൽ മാ തുഅ്മർ സതജുദുനി ഇൻഷാ അല്ലാഹ് മിനസ് സാബിരീൻ. ഉപ്പാ, അല്ലാഹു നിങ്ങളോട് എന്ത് പറഞ്ഞോ അത് നിങ്ങൾ ചെയ്യണം. ഞാൻ നിങ്ങളുടെ മുമ്പിൽ ക്ഷമാലുക്കളുടെ കൂട്ടത്തിലായി, ഏറ്റവും ക്ഷമിക്കുന്നവനായി നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകും. അല്ലാഹു തആലയിൽ തവക്കുൽ ചെയ്തുകൊണ്ട് ആ മകൻ കൊടുക്കുന്ന മറുപടി പരിശുദ്ധ ഖുർആനിലുണ്ട്. എല്ലാ നിലക്കും പരീക്ഷണമായിരുന്നു. ജനിച്ച കുട്ടിയുമായി ആരുമില്ലാത്ത, പക്ഷികളോ പറവകളോ വെള്ളമോ മരങ്ങളോ ചെടികളോ ഇല്ലാത്ത ആ മക്കയുടെ മണൽക്കാട്ടിൽ, പാറക്കാട്ടിൽ കൊണ്ടുപോയി അവിടെ വെച്ച് പോരാൻ പറയുമ്പോ ഒരു മടിയും കൂടാതെ തന്റെ ഭാര്യയെയും കുട്ടിയെയും കൂട്ടി ആരാരുമില്ലാത്ത മണൽക്കാട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് തിരിച്ചു നടക്കുമ്പോ ഭാര്യ ചോദിച്ചു, യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം. ഭർത്താവിനെ വിളിച്ചതാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങളെ ഉപേക്ഷിച്ചു പോവുകയാണോ? ഒന്നും മറുപടി പറഞ്ഞില്ല. വീണ്ടും വീണ്ടും ചോദിച്ചു, മറുപടിയില്ല. വീണ്ടും ചോദിച്ചു, അല്ലാഹ് കൽപ്പിച്ചതാണോ? അതേ എന്ന് മറുപടി പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. എവിടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃകയില്ലാത്തത്? ഈ ഒരു ബലിപെരുന്നാളിന്റെ സമയം, ത്യാഗപൂർണമായ ചരിത്രങ്ങളെ സ്മരിക്കുന്ന സമയം, നമ്മൾ നമ്മുടെയൊക്കെ ആദർശ രംഗങ്ങളെ, അതിലുള്ള ഉറപ്പിനെ, അവിടെയുള്ള മനക്കരുത്തിനെ, അവിടെയുള്ള ദൃഢതയെ, അവിടെയുള്ള ചാഞ്ചാട്ടമില്ലായ്മയെ ഒന്ന് പരിശോധിക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണമെന്നതാണ് ഈ ഘട്ടത്തിലുള്ള ആകത്തുകയായി ഓർമ്മപ്പെടുത്താനുള്ളത്. ഇനി ഖുത്ബയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബാന്തരീക്ഷവും, നമ്മുടെ മക്കളും, നമ്മുടെ അയൽവാസികളും, നമ്മുടെ നാടും, നമ്മുടെ പരിസരങ്ങളുമെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണം. ഇന്ത്യ എന്ന് പറയുന്ന ജനാധിപത്യ രാജ്യം എന്ന് പറയുന്ന രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനം നിലനിൽക്കാൻ വേണ്ടി നമ്മളൊക്കെ ധാരാളമായി പ്രാർത്ഥിക്കണം, അല്ലേ? മുസ്ലിം ഉമ്മത്തിനെ ഇബ്രാഹിം നബിയുടെ ചരിത്രം ഓർക്കുമ്പോൾ തന്നെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഇന്നിന്റെ ചരിത്രമല്ല. എക്കാലഘട്ടത്തിലും ഇസ്ലാം എന്ന് പറയുന്ന മതം ആളുകൾക്ക് മുമ്പിൽ ഒരു കണ്ണിൽ കരടാണ്. ഒരു ട്രെയിനിൽ ഏതോ ഒരു മുസ്ലിം പേരിട്ട ഒരാൾ തീ കൊടുത്തപ്പോ പ്രിയപ്പെട്ടവരെ മതം ചർച്ചയായിരുന്നു. പിന്നീട് മുസ്ലിം പേരില്ലാത്ത ഒരാൾ ഒരു ട്രെയിനിന് തീ വെച്ചപ്പോൾ മതം അവിടെ ചർച്ചയില്ല. അല്ല, താടിയില്ലാത്തവൻ നടത്തുന്ന ഭീകരാക്രമണങ്ങൾ ഒരിക്കലും മതം അവിടെ ചർച്ചയാകുന്നില്ല. ഏതെങ്കിലും ഒരു താടി വെച്ച ഒരാൾ ഏതെങ്കിലും ഒരു ടെററിസ്റ്റായി, ഒരു ടെററിസം അല്ലെങ്കിൽ ഒരു ടെററിസ്റ്റായി
ഭീകരവാദ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുകയോ അതിൻ്റെ ആളായി മാറുകയോ ചെയ്യുമ്പോൾ മതം അവിടെ ഒരു ചർച്ചയായി മാറുന്നു. ഇതൊക്കെ ലോകത്തെന്നും നടക്കുന്നതാണ്. ഏത് അക്രമങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായാൽ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടിവെക്കാൻ ശ്രമിക്കുന്നത് ഇന്നാരംഭിച്ചതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഒറ്റപ്പെടുത്തി അത് ചെയ്തത് ഈ വ്യക്തിയാണ് എന്ന് പറഞ്ഞ് അവർ തീക്കുണ്ടാരത്തിലേക്ക് എറിയാൻ ശ്രമിക്കുന്ന ചരിത്രമെടുത്ത് നിങ്ങൾ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ അവിടുന്ന് ഇങ്ങോട്ട് ഒറ്റപ്പെടുത്തലുകളുടെ ഒരുപാട് ചരിത്രങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ വരും. മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയ ജീവചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഒരു സമൂഹത്തോട് ഒരു തെറ്റും ചെയ്യാത്ത മുത്തു നബിയെ ആളുകൾ ഏത് രൂപത്തിലാണ് പെരുമാറിയത്, എന്ത് പേരിട്ടാണ് വിളിച്ചത് എന്നോർക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. അപ്പൊ ഇസ്ലാം സത്യമാണ്. സത്യത്തിനെതിരായി പ്രവർത്തിക്കാനാണ് ആളുകൾ ഉണ്ടാവുക. അവിടെ നമുക്ക് ചില റോളുകളുണ്ട്. യഥാർത്ഥ മുസ്ലിമായി സമൂഹത്തിന്റെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ട മാതൃക എനിക്കും നിങ്ങൾക്കുമുണ്ട് എന്ന് മനസ്സിലാക്കുക. ഖുർആൻ പറഞ്ഞതുപോലെ യാ യുഹന്നാസ്, ഓ മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ, നിങ്ങളെ ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്. നിങ്ങളെ ഗോത്രങ്ങളാക്കിയത്, വർഗ്ഗങ്ങളാക്കിയത്, വർണ്ണങ്ങളാക്കിയത്, കളറുകളിൽ വ്യത്യാസമുണ്ടാക്കിയത്, ഹൈറ്റിലും വെയിറ്റിലും വ്യത്യാസമുണ്ടാക്കിയത്, മെലിഞ്ഞതും തടിച്ചതുമായത്, ഗോത്രങ്ങളായത്, വർഗ്ഗങ്ങളായത്, വർണ്ണങ്ങളായത്. നിങ്ങൾ പരസ്പരം പോരടിക്കാനല്ല, അല്ല ഞാനെന്ന ഭാവം നടിക്കാനല്ല, അഹന്തയുടെ അഹങ്കാരത്തിന്റെ വാക്കുകൾ പറയാനല്ല, ലിതഅറഫു, നിങ്ങളെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി യത്ഖാക്കും, നിങ്ങൾ അല്ലാഹുവിന്റെ കോടതിയിൽ വിവിഐപികളായി നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് മാറുന്നത് നിങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും നല്ല സൂക്ഷ്മതയുള്ള ആളുകളാണ് എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അടിവരയിട്ട് പറഞ്ഞതാണ്. അതുകൊണ്ടാണ് അല്ലാഹു തആല ഈ ആയത്തിൽ പറഞ്ഞത്, മനുഷ്യരെ നിങ്ങളെ സൃഷ്ടിച്ചത് ഒരാണിൽ നിന്നും ഒരു പെണ്ണിൽ നിന്നുമാണ്. നിങ്ങളെ ഗോത്രങ്ങളാക്കിയത്, വർഗ്ഗങ്ങളാക്കിയത് തിരിച്ചറിയാൻ വേണ്ടി മാത്രമാണ്. കറുത്തവർ, വെളുത്തവർ, പണക്കാര്, പാവപ്പെട്ടവർ, പണ്ഡിതൻ, പാമരൻ ഇല്ല. അതിന്റെ പേരിൽ ഏതെങ്കിലും ഈഗോ വർത്തമാനങ്ങൾ കടന്നു വരേണ്ടതില്ല. അതിന്റെ പേരിൽ അഹന്തയും അഹങ്കാരവും കടന്നു വരേണ്ടതില്ല. മനുഷ്യരെ നമ്മളൊക്കെ സമന്മാരാണ് എന്ന ബോധം ലോകത്തിന്റെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കുകയാണ്. വിടവാങ്ങൽ പ്രസംഗത്തിൽ സമൂഹത്തിന് വേണ്ടി സംസാരിച്ചത്, സ്ത്രീകൾക്ക് വേണ്ടി സംസാരിച്ചത്, സമത്വത്തിന് വേണ്ടി സംസാരിച്ചത്, നീതിക്ക് വേണ്ടി സംസാരിച്ചത്, മനുഷ്യന്റെ അഭിമാനത്തിന് വേണ്ടി സംസാരിച്ചത് എല്ലാം ചർച്ചാ വിഷയമാണ് ലോകത്ത്. ഈ നിലക്ക് ദീനി സംസാരങ്ങളെ നോക്കിക്കാണാൻ നമുക്ക് കഴിയണം. മതബോധമില്ലായ്മയിൽ നിന്ന്, പ്രിയപ്പെട്ടവരെ, മതബോധത്തിൽ നിന്ന് മതബോധമില്ലായ്മയിലേക്ക് നമ്മുടെ തലമുറകൾ കടന്നു പോകുന്നതിന്റെ അപകടങ്ങളെ ഞാൻ ഈ ഖുതുബയിൽ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ പഠിക്കണമെന്ന് മാത്രമാണ്. നിരീശ്വരത്വത്തിലേക്ക്, നിരീശ്വരവാദങ്ങളിലേക്കൊക്കെ മുസ്ലിം ചെറുപ്പക്കാരികളും കടന്നു പോകുന്ന ഈ സമയത്ത് ദീനീ ബോധം നമ്മുടെ കൂട്ടുകുടുംബങ്ങളിൽ ഉണ്ടാക്കി കൊടുക്കുക എന്നത് നമുക്കൊക്കെ ബാധ്യതയുള്ളതാണ് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ടവരെ, ഇനി എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത്, സമൂഹത്തിന്റെ മുന്നിലേക്ക് സാന്ത്വനത്തിന്റെ, സമാധാനത്തിന്റെ വർത്തമാനങ്ങൾ മാത്രമല്ല, അവരെ തടവലുകൾ മാത്രമല്ല, അവരേക്കുള്ള പരിഹാരങ്ങൾ കൂടി കൊടുക്കേണ്ടവരാണ് ഞാനും നിങ്ങളുമൊക്കെ. പെരുന്നാൾ എന്ന് പറഞ്ഞ് ഒരു വഴിയിലൂടെ കടന്നു വന്ന് മറ്റൊരു വഴിയിലൂടെ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? കൂടുതൽ ആളുകളിലേക്ക് പെരുന്നാളിന്റെ സന്ദേശം എത്തിക്കാൻ, ഒന്ന് ചിരിക്കാൻ, ഒന്ന് വർത്തമാനം പറയാൻ, സലാം പറയാൻ, ആളുകൾക്കൊന്ന് കൈ കൊടുക്കാൻ. അതേ പെരുന്നാളിന്റെ ആശംസ തഖബ്ബലല്ലാഹു മിന്നാ വ മിൻകും, അല്ലാഹു നമ്മളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ എന്ന പെരുന്നാളിന്റെ ആശംസകൾ പറയാൻ. ഇതിനൊക്കെയാണ് രണ്ട് വഴികളിലൂടെ, ഒന്ന് വരാനും തിരിച്ചു പോകാൻ മറ്റൊരു വഴി ഉണ്ടെങ്കിൽ അങ്ങനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞത്. അവിടെയൊക്കെ കൂടുതൽ ആളുകളിലേക്ക് ഈ പെരുന്നാളിന്റെ സന്ദേശം എത്തിക്കാനാണ്. പെരുന്നാൾ ദിവസം കുട്ടികളിലേക്ക്, മുതിർന്നവരിലേക്ക് സമ്മാനങ്ങൾ കൊടുക്കുക, പ്രായമുള്ളവരെ സന്തോഷിപ്പിക്കുക, കുട്ടികളെ സന്തോഷിപ്പിക്കുക, കൂട്ടുകുടുംബ ബന്ധങ്ങൾ ചേർക്കുക, അതുപോലെ തന്നെ അയൽപ്പക്ക ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കുക, ഇങ്ങോട്ട് ക്ഷണിക്കുക, അങ്ങോട്ട് പോവുക. ഇതൊക്കെ പെരുന്നാളിന്റെ ദിവസം നമ്മൾ ഓർക്കേണ്ടതാണ്. പെരുന്നാൾ നമസ്കാരം കഴിഞ്ഞ ഉടനെ ബലിയറുക്കുന്നതാണ് ഏറ്റവും നല്ലത്. പക്ഷേ ധാരാളം സ്ഥലങ്ങളിൽ ഇന്ന് ഒരുപാട് പ്രിയപ്പെട്ടവരെ അറിവുകൾ നടക്കുന്നത് കൊണ്ട് തന്നെ
അതിന്റെ ജോലിക്കാരെ കിട്ടാനുള്ള പ്രയാസം കൊണ്ട് ചില ആളുകൾ ളുഹറിന് ശേഷമാണ്, ചില ആളുകൾ ഇശാഇന് ശേഷമാണ്, ചില സ്ഥലങ്ങളിൽ നാളെയാണ്, ചില സ്ഥലങ്ങളിൽ അതിനുമപ്പുറമാണ്. അങ്ങനെയൊക്കെ തീരുമാനിച്ചവരുണ്ട്. ഇവിടെ അയ്യാമുത്ത ശരീക്ക് എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ 10 മുതൽ 11, 12, 13 ദിവസങ്ങൾ വരെയാണ് നമുക്ക് പ്രത്യേകമായ ആഘോഷങ്ങളുടെ പ്രത്യേകതയുള്ളത്. അതിനപ്പുറം പിന്നീട് ചില കാര്യങ്ങളാണ്. നിൽക്കട്ടെ, ഞാൻ പറയുന്നത് ഈ ദിവസങ്ങളിലാണ് നമ്മൾ ബലികർമ്മം നടത്തേണ്ടത്. എത്ര നേരത്തെ ആക്കാൻ പറ്റുമോ അത്രയും നല്ലതാണ് എന്ന അർത്ഥത്തിൽ സംശയമേ ഇല്ല. ഇവിടെയും ആ പ്രതിസന്ധിയുണ്ട്. പണിക്കാരെ കിട്ടുന്നതിലും അതിന്റെ ജോലി നിർവഹിക്കുന്നതിലുമൊക്കെയായ ആളുകളെ കിട്ടുന്നതിൽ വിഷമമുള്ളത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണ പെരുന്നാൾ ഖുതുബ കഴിഞ്ഞ് ഉടനെ ബലിയറുക്കാറാണ് പതിവെങ്കിലും ഇന്ന് അള്ളാഹു നമ്മുടെ ഈ ഭാഗത്ത് നമുക്ക് സമയം ആ അർത്ഥത്തിൽ നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഇശാ നമസ്കാരം കഴിഞ്ഞിട്ടാണ് ഇവിടെ അതിന് പറ്റാവുന്ന സൗകര്യമുള്ള ആളുകളെ ലഭിച്ചിട്ടുള്ളത് എന്നതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പെരുന്നാൾ ഖുതുബ കഴിഞ്ഞിട്ട് നമ്മൾ വീടുകളിലേക്ക് മടങ്ങി കൂട്ടുകുടുംബങ്ങളെ എല്ലാവരെയും കണ്ട് പെരുന്നാളിന്റെ ആശംസകൾ പറഞ്ഞ് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെന്ന് ഭക്ഷണം കഴിച്ച് അതിലെല്ലാം പങ്കെടുത്ത് ഇശാ നമസ്കാരത്തിന് ഇവിടെ എത്തി ജമാഅത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ രാത്രിയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഇവിടുത്തെ ബലികർമ്മം ഉദ്ദേശിച്ചിട്ടുള്ളത്. എല്ലാവരും മാക്സിമം മുഴുവൻ ആളുകളും ആ കർമ്മങ്ങളിൽ സഹായിക്കാനും അതിനുവേണ്ട സൗകര്യങ്ങൾ ഒരുക്കാനും ഒക്കെ വരണമെന്ന് പ്രത്യേകമായി അറിയിക്കുകയാണ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഈ മഹല്ലിൽ, ഈ പരിസരത്ത് വേദനിക്കുന്ന, വിഷമം അനുഭവിക്കുന്ന, ഏതെങ്കിലും അർത്ഥത്തിൽ പ്രയാസം അനുഭവിക്കുന്ന, ഒറ്റപ്പെട്ട് കിടക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ സ്വയം സഹായിക്കുകയോ അല്ലെങ്കിൽ കൂട്ടായ്മയെ അറിയിക്കുകയോ ചെയ്തുകൊണ്ട് അവരുടെ വിഷമങ്ങളെയും വേദനകളെയും അകറ്റാൻ നമ്മൾ മുന്നിൽ ഉണ്ടാകണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ടവരെ ലോകത്തിന്റെ നാനാഭാഗത്ത് നടക്കുമ്പോൾ നമ്മുടെ മക്കളെ ബോധവൽക്കരിക്കുകയും നമ്മൾ പരിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അനുയായികളായി മാറുകയും നമ്മൾ ഏറ്റവും നല്ല മുസ്ലിമായി ജീവിക്കാൻ അവകാശപ്പെട്ടവരാണെന്നും സമൂഹത്തിൽ അത് പഠിപ്പിക്കാൻ നിർബന്ധിതമായ ബാധ്യതയുള്ളവരാണ് എന്നുമുള്ള ബോധം നമ്മുടെ മക്കൾക്കൊക്കെ നമ്മൾ കൃത്യമായി നൽകേണ്ടതുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ലക്ഷ്യം ഇവിടുത്തെ പുറംപൂച്ചുകളല്ല, ഇവിടെ ആളുകൾ ഏതെങ്കിലും അർത്ഥത്തിൽ പ്രശംസിക്കുക എന്നതല്ല. നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും അതുപോലെ നമ്മുടെ സക്കാത്തും നമ്മുടെ ഹജ്ജും നമ്മുടെ ഓരോ ദിക്റുകളുടെ കർമ്മങ്ങളുമെല്ലാം അള്ളാഹുവിന്റെ കൂലി ആഗ്രഹിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് പെരുന്നാളാണ്, യാത്ര പോവുകയാണ്. കൂട്ടുകാരും അതുപോലെ തന്നെ കുടുംബക്കാരും ചേർന്ന് യാത്ര ഇന്ന് തുടങ്ങുകയാണ്. പെരുന്നാളിന്റെ യാത്രകൾ ളുഹർ നഷ്ടമാകരുത്, അസർ നഷ്ടമാകരുത്, ഒരു ജമാഅത്തും അതിന്റെ പേരിൽ പോകരുത്, ഒരു നമസ്കാരവും നഷ്ടപ്പെട്ടു പോകരുത്. എന്നാൽ പിന്നെ നമ്മളും മറ്റുള്ളവരും തമ്മിൽ പെരുന്നാളുകൾ എന്ത് വ്യത്യാസമെന്ന ചോദ്യം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. അവിടെയാണ് ഞാൻ ആഘോഷിക്കാൻ, സന്തോഷത്തോടു കൂടി ആഘോഷിക്കാൻ തയ്യാറുള്ള ഒരു മുസ്ലിമാണ്. പക്ഷേ ലിമിറ്റുകൾ മറികടക്കാൻ ഞാൻ തയ്യാറല്ല. അള്ളാഹുവിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമാണ് എന്ന അർത്ഥത്തിൽ ജീവിക്കാൻ തയ്യാറാവുക. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മരിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാനുള്ള സൗഭാഗ്യം അള്ളാഹു എനിക്കും നിങ്ങൾക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. കത്തിച്ചൊലിക്കുന്ന നരകത്തിന്റെ അഗ്നിയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പള്ളിപ്പടിയിലെ ഖബർ, ആ ഖബർസ്ഥാനിൽ അല്ലാത്ത സ്ഥലങ്ങളിൽ പ്രിയപ്പെട്ടവരെ ധാരാളം ആളുകൾ നമ്മുടെ കൂട്ടുകുടുംബ ബന്ധുമിത്രാദികളിൽപ്പെട്ടവർ മരണപ്പെട്ട് കിടക്കുന്നുണ്ട്. അള്ളാഹു തആല അവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അള്ളാഹു നമ്മൾ ചെയ്ത പ്രവർത്തനങ്ങൾ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. കുവൈത്തിൽ വലിയൊരു തീപിടുത്തമുണ്ടായി. ഒരുപാട് മനുഷ്യർ വെന്തു മരിച്ച്, അതിൽ മുസ്ലിങ്ങളുണ്ട് അമുസ്ലിങ്ങളുണ്ട്. ഏറെ പ്രതീക്ഷകളോടുകൂടി ഒരു പ്രവാസ ലോകത്തിലേക്ക് കടന്നുപോയി. വീടെന്ന സ്വപ്നം, മകളുടെ വിവാഹം, മക്കളുടെ പഠനം, ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടുപോയ ചെറുപ്പക്കാരായ ആളുകൾ തീപിടുത്തത്തിൽ അകപ്പെട്ട് ധാരാളം ആളുകൾ മരിച്ച വിവരം നമ്മളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. അള്ളാഹു അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം നൽകുമാറാകട്ടെ. അള്ളാഹു അവരുടെ കുടുംബങ്ങൾക്ക് മനസ്സിനെ പിടിച്ചു നിർത്താനുള്ള കഴിവ് നൽകുമാറാകട്ടെ. അവരുടെ മയ്യത്തുകൾ നാട്ടിലേക്ക് എത്തിയവരുണ്ട്, ഇനി എത്താനുള്ളവരുണ്ടാകാം, അവിടെ തന്നെ കബറടക്കം ചെയ്തവരുണ്ടാകാം. അവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഫലസ്തീൻ ഇന്നൊരു ചർച്ചാ വിഷയം
കാര്യമേ അല്ല. കാരണം ഒരു പ്രശ്നം നിരന്തരമായി നടക്കുമ്പോൾ, നമ്മുടെ നാട്ടിലൊരു പ്രശ്നം എന്നും നടക്കുമ്പോൾ ആളുകൾ പറയും അതെന്നോ തുടങ്ങിയതാണ്. എന്നതുപോലെയാണ് ഫലസ്തീനിന്റെ പ്രശ്നം. ഇന്നും വേദനിക്കുകയാണ് അവിടുത്തെ മക്കൾ, ഇന്നും പ്രയാസപ്പെടുകയാണ് അവിടുത്തെ സഹോദരിമാർ, ഇന്നും വേദന അനുഭവിക്കുകയാണ് അവിടുത്തെ മനുഷ്യന്മാർ. അള്ളാഹു അവർക്ക് ആശ്വാസം നൽകുമാറാകട്ടെ, അള്ളാഹു അവർക്ക് അറുതി ഉണ്ടാക്കി കൊടുക്കുമാറാകട്ടെ, അള്ളാഹു ഒരു സ്വതന്ത്ര ഫലസ്തീൻ നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പ്രാർത്ഥനയും നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ടതുണ്ട്.